വേനൽക്കാലത്തിനെ അതിജീവിക്കാനും നോമ്പ് കാലത്തെ നോമ്പ് തുറയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പാനീയങ്ങളാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലൂടെ നിങ്ങൾക്ക് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് കാണാം, അതിനുവേണ്ടി ചേരുവകൾ എന്തൊക്കെയാണെന്നും നോക്കാം. ഓറഞ്ച് ബ്ലോസം ചേരുവകൾ: ഓറഞ്ച് ജ്യൂസ് 4 ഓറഞ്ചിൽ നിന്നും പിഴിഞ്ഞെടുത്തത് ഏകദേശം 1 കപ്പ്, പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയത് 1 കപ്പ്, ഹണി അഥവാ തേൻ 1.5 ടേബിൾ സ്പൂൺ, കറുത്ത കഷ്കഷ് അഥവാ ബേസിൽ സീഡ്സ് വെള്ളത്തിൽ കുതിർത്തത് 2 ടേബിൾ സ്പൂൺ, ഐസ് ക്യൂബ്സ് ആവശ്യാനുസരണം, പുതിനയില 2 ടേബിൾ സ്പൂൺ. ഫ്രഷ് ഫ്രൂട്ട്സ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഫ്രഷ് ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ പൈനാപ്പിൾ. ഇപ്പോൾ ഫ്രൂട്ട്സൊക്കെ കിട്ടുന്ന സമയമാണ്, അപ്പോൾ പൈനാപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞ് വെക്കുക. പിന്നെന്താ പറയുക, അതിപ്പോൾ ഞാൻ 1 കപ്പിലാണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. 1 കപ്പ്, ഓക്കെ. ആ 1 കപ്പിനനുസരിച്ചിട്ട് എടുത്താൽ മതി. നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കുമ്പോൾ അതനുസരിച്ചിട്ട് എടുക്കുക. ഇതിപ്പോൾ ഒരു പൈനാപ്പിളിൻ്റെ ഒരു 1/4 ഭാഗം എടുത്ത് ഒരു ബൗൾ നിറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യാനുസരണം നമുക്ക് ഉപയോഗിക്കാം. ഇതൊരു 4 ഓറഞ്ച്, ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ചിൻ്റെ നീര് ഞാൻ പിഴിഞ്ഞെടുത്തതാണ്. പിഴിഞ്ഞ് അതിൻ്റെ കുരുവെല്ലാം മാറ്റി അരിച്ച് എടുത്തത്. പിന്നെ കുറച്ച് പുതിന ലീവ്സ് ഉണ്ട്. ഇത് നമ്മുടെ കറുത്ത കഷ്കഷാണ്, അതായത് ബേസിൽ സീഡ്സ്. ഇത് ഒരു 2 ടേബിൾ സ്പൂൺ ഞാൻ ഏകദേശം ഒരു കപ്പ് വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചാണ്. ഒരു 10 മിനിറ്റ് കുതിർന്ന് കഴിയുമ്പോൾ ഇത് ഇതുപോലെ തന്നെ 10 to 15 മിനിറ്റ്സ് കൊണ്ട് തന്നെ നല്ല സ്മൂത്തായി. ഇത് ഇത്രയൊന്നും വേണ്ട, ഞാൻ ഇച്ചിരി കൂടുതൽ വെച്ചോന്നേ ഉള്ളൂ. പിന്നെ ഹണിയാണ്, തേൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ആവശ്യാനുസരണം മധുരത്തിന് ആവശ്യത്തിന്. പിന്നെ ഐസ് ക്യൂബ്സ്. ഇതാണ് ഇപ്പോൾ പ്രധാനമായിട്ട് നമ്മുടെ ഈ ഒരു പൈനാപ്പിൾ ബ്ലോസത്തിൽ ചേർക്കാൻ പോകുന്നത്. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. ഇനി ഗ്ലാസ്സിലേക്ക് ഓരോന്നോരോന്നായിട്ട് അടുക്കി അതൊന്ന് സെറ്റ് ചെയ്താൽ മാത്രം മതി. ആദ്യം ഒരു ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ്സ്, അത് ആവശ്യാനുസരണം, ഞാൻ ഒട്ടും കുറയ്ക്കുന്നില്ല, ലാവിഷ്. ഇനി ഇതിലേക്ക് കുറച്ച് പുതിനയുടെ ഇല വെറുതെ ഇങ്ങനെ മുറിച്ചിടാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറുത്ത കഷ്കഷ് ഇട്ട് കൊടുക്കാം. തൽക്കാലം 1 ടേബിൾ സ്പൂൺ. ഇനി പൈനാപ്പിളിൻ്റെ പീസസ് ചെറുതായിട്ട് അരിഞ്ഞത്, ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും 1 ടേബിൾ സ്പൂൺ കറുത്ത കഷ്കഷ്. ഇനി മധുരം, ഒരുപാട് മധുരം, പൈനാപ്പിൾ നല്ല മധുരമാണ്, ഓറഞ്ച് ജ്യൂസിന് മധുരം ഉണ്ടാകും, എങ്കിലും ആവശ്യാനുസരണം 1 ടേബിൾ സ്പൂൺ ഹണി, തേൻ ഒഴിക്കുന്നു. ഇനി ഇതിലേക്ക് ഓറഞ്ച് ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ് കൊണ്ട് ഫിൽ ചെയ്ത് കൊടുക്കാം. ഓക്കെ, നോക്കൂ, അത് നല്ല ഭംഗിയായിട്ട് ആ കറുത്ത കഷ്കഷ് ഇടയ്ക്ക് മുകളിലേക്ക് കയറി വരും. ഇത് വളരെ വളരെ ഹെൽത്തിയാണ്. ഇനി ഏറ്റവും മുകളിലായിട്ട് ഈ പുതിനയുടെ ഒരു തണ്ടിങ്ങനെ വെച്ച് കൊടുക്കുക, ആ ഒരു ഏറ്റവും ടോപ്പ് പോർഷൻ. ഇതാണ് നല്ല ഭംഗിയായില്ലേ, സോ ബ്യൂട്ടിഫുൾ. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. കാരണം ഇതിനകത്ത് പൈനാപ്പിളുണ്ട്, പിന്നെ എന്താ പറയുക, ഓറഞ്ച് ജ്യൂസ് ഉണ്ട്, വൈറ്റമിൻ സിയുടെ കലവറയാണ്. ഫൈബർ ആണെങ്കിൽ ധാരാളം ഫൈബറുണ്ട് പൈനാപ്പിളിന്, അത് കൂടാണ്ട് പല പല വൈറ്റമിൻസിൻ്റെ കൂടെ ഫൈബറും ഉണ്ട്. പിന്നെ നമ്മുടെ കറുത്ത കഷ്കഷ് അഥവാ ബേസിൽ സീഡ്സ്, അതിന് സബ്ജ സീഡ്സ് എന്നും പറയും, അതും വളരെ ന്യൂട്രിറ്റീവാണ്, ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഹണിയുണ്ട്, ഹണിയും എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ ഗംഭീരമാണ്. പിന്നെ ആ പുതിനയുടെ ടേസ്റ്റും എല്ലാം കൂടി കുടിക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കുക, എന്നിട്ട് കുടിക്കുക. അങ്ങനെ അടിപൊളിയായിട്ടുള്ളൊരു, നമ്മളിപ്പോൾ നോമ്പ് മുറിക്കുന്ന സമയത്ത് കുടിക്കാനുള്ള ലഘുപാനീയമായിട്ട് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. ചൂടകറ്റാനുള്ളൊരു, പകൽ സമയങ്ങളിൽ വളരെ പുറത്തുനിന്നൊക്കെ ഭയങ്കര ചൂടായിട്ട് വീട്ടിലേക്ക് മക്കളെല്ലാം കയറി വരികയാണെങ്കിൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനും പറ്റിയ കാര്യമാണ്. ഇത് പ്രത്യേകിച്ച് ഉണ്ടാക്കേണ്ട ആവശ്യം, ഇതൊക്കെ അരിഞ്ഞ് വെച്ചിരുന്നാൽ മതി. പൈനാപ്പിൾ കുറച്ച് ചോപ്പ് ചെയ്ത് വയ്ക്കുക, കുറച്ച് ഓറഞ്ചിൻ്റെ ജ്യൂസും ഉണ്ടെങ്കിൽ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനമാണല്ലോ. എന്തായാലും ഈ ഒരു ബേസിൽ സീഡും കുറച്ച് 10 മിനിറ്റ് കൊണ്ട് കുതിരുന്ന കാര്യമാണ്. അതും വേണമെങ്കിൽ കുതിർത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. എല്ലാം കൂടി ചേർന്നൊരു മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഒരു സൂപ്പർബ് ഡ്രിങ്കായിട്ട് മാറുന്നു. അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ ബ്ലോസം ഈസ് റെഡി. അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. നമ്മുടെ രണ്ടാമത്തെ ഡ്രിങ്ക്, ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇതൊരു കൂളിംഗ് ഇഫക്റ്റ് തരുന്നൊരു കാര്യമാണ്. ഇത് സ്വീറ്റ് ആൻഡ് സാർ ആയിട്ടുള്ള ഒരു കുക്കുംബർ ആൻഡ് മാംഗോ പഞ്ച് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. സ്വീറ്റ് ആൻഡ് സാർ കുക്കുംബർ ആൻഡ് മാംഗോ പഞ്ച്. ചേരുവകൾ: സലാഡ് വെള്ളരിക്ക 1 എണ്ണം,
വട്ടത്തിനുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചത്. അധികം പുളിയില്ലാത്ത പച്ചമാങ്ങ, അതിൻ്റെ തോലെല്ലാം കളഞ്ഞിട്ട് കഷ്ണങ്ങളാക്കിയത് 1/2 കപ്പ്. പുതിനയില 2 ടേബിൾ സ്പൂൺ, പച്ചമുളക് 1 എണ്ണം, പഞ്ചസാര 1 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യാനുസരണം, ഐസ് ക്യൂബ്സ് ആവശ്യാനുസരണം. കുക്കുംബർ ആൻഡ് മാംഗോ പഞ്ച് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ സലാഡ് വെള്ളരിക്കയുണ്ട്, പച്ചമാങ്ങയുണ്ട്. ആ പച്ചമാങ്ങ എന്ന് പറഞ്ഞാൽ ഒരുപാട് പുളി ഇല്ലാത്ത ടൈപ്പ് മാങ്ങ കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ചെറിയൊരു മാങ്ങയാണെങ്കിൽ ഫുൾ എടുക്കാം, അല്ലെങ്കിൽ ഒരു 1/2 കപ്പിനകത്ത് പുളി അനുസരിച്ചിട്ട്. ഒരുപാട് പുളിയില്ലെങ്കിൽ 1/2 കപ്പ് വരെ എടുക്കാം. അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്ത് വയ്ക്കുക. ഈ സലാഡ് വെള്ളരിക്കൻ്റെ സ്കിന്ന് കളയണമെന്ന് നിർബന്ധമില്ല, അതങ്ങനെ തന്നെ വട്ടത്തിന് അരിയാം. പിന്നെ വേണ്ടത് കുറച്ച് പുതിന ലീവ്സ്, നമ്മുടെ പുതിന ഇല, പിന്നെ കുറച്ച് ഉപ്പ്, പഞ്ചസാര, പിന്നെ സബ്ജ സീഡ്സ് കുതിർത്തത്, അതായത് നമ്മുടെ കറുത്ത കഷ്കശ്, പിന്നെ ഒരു പച്ചമുളക്. ഇത്രയും കാര്യങ്ങളും കൂടി ചേർത്തിട്ട് ഒരു 2-3 കപ്പ് വെള്ളം എടുക്കാം. ഇപ്പോൾ ഞാൻ 2 കപ്പ് വെള്ളത്തിൽ ആദ്യം എടുക്കുന്നു. കാര്യം നമ്മൾ കുറേ ഐസ് ക്യൂബ്സ് ഇടുന്ന ആ രീതിയിലായിരിക്കുമല്ലോ കഴിക്കുന്നത്. അപ്പോൾ അത്രയും മതിയാകും ഏകദേശം. ഓക്കെ, അപ്പോൾ തുടങ്ങിയാലോ. അപ്പോൾ നല്ലൊരു ബ്ലെൻഡർ എടുക്കുക. അതിനകത്തേക്ക് വെള്ളരിക്കയുടെ പീസസ്, ഇത് ഒരു മീഡിയം സൈസ് എന്ന് പറയാം. ഒരുപാട് ചെറുതുമല്ല, ഒരുപാട് വലുതുമല്ല. ഒരു പച്ചമുളക് 2-3 പീസായിട്ട് മുറിച്ചതും, പച്ചമാങ്ങ. ഇത് അധികം പുളിയില്ലാത്ത മാങ്ങയായിരുന്നു, വലിയ കുഴപ്പമില്ലായിരുന്നു, കുറച്ച് പുളി. ചെറിയൊരു പുളി, താളിമാങ്ങ എന്ന് പറയും, ആ ടൈപ്പ്. വെള്ളരി മാങ്ങയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ 1 കപ്പ് വരെ ചേർക്കാം. ഇനി പുതിന ലീവ്സ്, അത് കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഏകദേശം 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര, പിന്നെ അത്യാവശ്യത്തിനുള്ള ഉപ്പ്. ഇനി കുറച്ച് വെള്ളം. ഇതിപ്പോൾ 2 കപ്പ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞു. ഇനി ഒന്ന് ബ്ലെൻഡ് ചെയ്യാം. അങ്ങനെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ബ്ലെൻഡഡാണ്. അങ്ങനെ ബ്ലെൻഡ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാണ്ട് തന്നെ നമുക്ക് അത് ആ ഒരു എന്താ പറയേണ്ടത്, അപ്പോൾ ആ ഒരു സ്ലഷ് പോലെ ഇരിക്കും, കുറച്ചിങ്ങനെ ഒരു തിക്കായിട്ട്. അങ്ങനെ കുടിക്കുന്നതായിരിക്കും നല്ലത്. വേണമെന്നുണ്ടെങ്കിൽ അരിച്ചും കുടിക്കാം, പക്ഷെ അങ്ങനെ കുടിക്കാതെ ഇങ്ങനെ കഴിക്കുന്നതായിരിക്കും നല്ലത്. കുറച്ച് ഐസ് ക്യൂബ്സ്, ഇതിലേക്ക് സബ്ജ സീഡ്സ് ഇതുപോലെ കുതിർത്തത്, കറുത്ത കഷ്കശ്, ഇത് നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം. 1-2 ടേബിൾ സ്പൂൺ ചേർക്കാം, കുതിർത്തത്. ഇനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. യെസ്, അങ്ങനെ ബ്യൂട്ടിഫുൾ ലുക്കിംഗ് സ്വീറ്റ് ആൻഡ് സാർ കുക്കുംബർ ആൻഡ് മാംഗോ പഞ്ച്, റോ മാംഗോ. ഒരു പച്ച നിറത്തിൽ, ആ കാണുമ്പോൾ തന്നെ ഒരു കൂളിങ്ങാണ്. ഈ ഒരു കളർ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു കുളിർമയാണ് അല്ലേ. ഈ ഒരു ചൂട് കാലത്ത് ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിങ്ങനെ നല്ല തണുപ്പിച്ചിങ്ങനെ കുടിക്കുമ്പോൾ എന്ത് രസം അറിയാം. കുടിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് സ്റ്റെയർ ചെയ്തിട്ട് കുടിച്ചാൽ സബ്ജ സീഡ്സ് എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ വരും. ആഹാ, അടിപൊളി. കാണാൻ അടിപൊളി ആൻഡ് ടേസ്റ്റ് ഓൾസോ അടിപൊളി. ഇതിൻ്റെ മുകളിൽ തീമാറ്റിക്കായിട്ട് ഒരു മിൻറ്റ് ലീഫും കൂടി വെച്ച് കൊടുക്കാം. ആഹാ, എക്സലൻറ്റ്. ഇത് നമുക്ക് ഒരു ഹോട്ടലിലും പോയി കഴിക്കണ്ട, ഒരു ജ്യൂസ് കടയിലും കയറണ്ട, നമ്മുടെ വീട്ടിൽ നല്ല ഗംഭീരമായിട്ട് നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ ഇത് നോമ്പ് കാലം കൂടിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിൽ നോമ്പ് തുറയുടെ സമയത്ത് വേണമെങ്കിൽ ഒരു പാനീയമായിട്ട് ഇത് ഉപയോഗിക്കാം. പിന്നെ പകലുള്ള സമയത്ത് എന്താ പറയുക, നമുക്ക് അല്ലാണ്ട് പുറത്തുനിന്നൊക്കെ വരുന്നവർക്ക്, നോമ്പൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് വേണമെങ്കിലും ഈ ചൂടിനെ പ്രതിരോധിക്കാനായിട്ട് ബോഡി ഹൈഡ്രേറ്റ് ചെയ്ത് വയ്ക്കാൻ ബെസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിനകത്ത് ചേർന്നിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ധാരാളമായിട്ട് കുടിക്കാൻ പറ്റിയൊരു കാര്യമാണ്. അപ്പോൾ കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കി കൊടുത്താൽ മതി. ഇനി
അടുത്ത ഒരു സമ്മർ ഡ്രിങ്കായിട്ട് കണക്കാക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നോമ്പ് തുറയ്ക്ക് ആദ്യത്തെ പാനീയമായിട്ട് കരുതാം. കുറച്ച് ന്യൂട്രിറ്റീവായിട്ടുള്ള കാര്യമാണ് ഇത്. പിങ്ക് ലൈം ചേരുവകൾ: 2 മാതളം തോട് പൊളിച്ച് അതിൻ്റെ അകത്തുള്ള ഭാഗമൊക്കെ എടുത്തത്, ഏകദേശം ഒരു 2 കപ്പോളം ഉണ്ടാകും. നാരങ്ങാ നീര് 1 വലിയ നാരങ്ങയുടേത്. തേൻ 1 ടേബിൾ സ്പൂൺ. ഐസ് വാട്ടർ 2 കപ്പ്. പുതിനയില 2 ടേബിൾ സ്പൂൺ. ഐസ് ക്യൂബ്സ് ആവശ്യാനുസരണം. പിങ്ക് ലൈം എന്ന് പറയുമ്പോൾ ഒരു പിങ്ക് കളറിലെ ഒരു ലൈമാണ്. അതായത് നമ്മുടെ മാതളം പൊമോഗ്രാനൈറ്റ് വെച്ചിട്ടുള്ള ഒരു സംഭവമാണ്. ഇതിലിപ്പോൾ ഇതിപ്പോൾ 2 മാതളത്തിൻ്റെ അകത്ത ഭാഗമാണിത്. പിന്നെ ഐസ് ക്യൂബ്സ് ഉണ്ട്, 1 നാരങ്ങയുടെ നീരുണ്ട്, പിന്നെ കുറച്ച് തേൻ ആവശ്യാനുസരണം. ഇത് അത്യാവശ്യം നല്ല മധുരമുണ്ട്, ഞാൻ കഴിച്ചു നോക്കി. പിന്നെ കുതിർത്ത സബ്ജ സീഡ്സ് അഥവാ നമ്മുടെ കറുത്ത കഷ്കശ്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിലേക്ക് മാറ്റുന്നു. ഓക്കെ, ഒരു ബ്ലെൻഡറിലേക്ക് ആക്കിയിട്ട് ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം, 1 നാരങ്ങയുടെ നീര്. ഇതിപ്പോൾ ഏതാണ്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ആദ്യം ഒരു ചെറിയൊരു ബ്ലെൻഡിങ് ആവാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തേനും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിന് ഓൾറെഡി നല്ല മധുരം ഉണ്ടാകും, വേണമെന്നില്ല, ഓപ്ഷണലാണ്. പക്ഷെ തേൻ നല്ലതാണ് ആരോഗ്യത്തിന്, അതുകൊണ്ട് ഓക്കെ ജസ്റ്റ് ഒന്നിരിക്കാം. ഇനി ഇതിലേക്ക് പുതിന ലീവ്സും കൂടി ചേർക്കാം, കുറച്ച്. ഇനി അടുത്ത സ്റ്റേജ് എന്താണ്? നമ്മളിത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തു. അപ്പോൾ കുരുവെല്ലാം ഉണ്ടാവുമല്ലോ, അതിനി അരിപ്പയിലൂടെ ഒന്ന് അരിച്ച് മാറ്റും. ആ പുതിന ഇലയും എല്ലാം കൂടി ചേർന്നിട്ട് അതിൻ്റെ ഒരു സ്വാദും ഒക്കെ ഇൻഫ്യൂസ്ഡായിട്ട് ഇതിനകത്തേക്ക് എത്തിക്കഴിഞ്ഞു. ഇത് നന്നായിട്ടിങ്ങനെ പ്രസ് ചെയ്ത് കംപ്ലീറ്റ് സത്തും ഇങ്ങനെ എടുക്കാം. അങ്ങനെ പിങ്ക് ലൈം ഈസ് ഓൾമോസ്റ്റ് റെഡി. ഇനി ഇതിൻ്റെ ചണ്ടി പോലെ ഇരിക്കുന്ന ചണ്ടി മാത്രമാണ് വേസ്റ്റാണത്, കുരുവൊക്കെ അല്ലേ ആവശ്യമില്ല. ഇത് വളരെ വളരെ നല്ലതാണ് നമ്മുടെ ഹെൽത്തിന്. മാതളം, പിന്നെ നാരങ്ങാനീരിൻ്റെ വൈറ്റമിൻ സി ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഇതിൽ വന്നിട്ടുണ്ട്. പുതിന ലീവ്സ് ഉണ്ട്, തേനുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് അത് പകർന്ന് മാറ്റാം. അപ്പോൾ ഐസ് ക്യൂബ്സ് ധാരാളം. കുറച്ച് നേരമായി ഐസ് ക്യൂബ്സ് ഇങ്ങനെ പുറത്തെടുത്ത് വയ്ക്കുമ്പോൾ പെട്ടെന്ന് മെൽറ്റായി പോകുന്നതുകൊണ്ടാണ്. ഇതിൻ്റെ മേളിലേക്ക് നമ്മുടെ കുതിർത്ത് വെച്ചിരിക്കുന്ന കറുത്ത കസ്കസ് അഥവാ സബ്ജ സീഡ്സ് ഓർ ബേസിൽ സീഡ്സ് എന്ന് പറയും. ഞാൻ ഇച്ചിരി ലാവിഷായിട്ടിട്ടാണ് 2 ടേബിൾ സ്പൂൺ നിറച്ച് കുതിർത്തത്. ഇനി ഇതിലേക്ക് നമ്മുടെ പിങ്ക് ലൈം, മനോഹരിയായ പിങ്ക് ലൈം ഇങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കണം. യെസ്, കാണാൻ തന്നെ എന്ത് ഭംഗിയ, സോ ബ്യൂട്ടിഫുൾ. യെസ്, അങ്ങനെ ഒരു മിൻറ്റ് ലീഫും കൂടി വെച്ചിട്ട് അലങ്കരിച്ചു. അപ്പോൾ എന്തൊരു കോൺട്രാസ്റ്റ് നോക്കി. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഗ്രേപ്പ് ജ്യൂസിൻ്റെ ഒരു കളർ സ്കീമിലേക്കാണ് വന്നിരിക്കുന്നത്. ഇത് മാതളത്തിൻ്റെ ജ്യൂസാണെങ്കിൽ നാരങ്ങ നീരൊക്കെ ചേർന്ന് വന്നപ്പോൾ അതിനൊരു ചെറിയൊരു കളർ ഡിഫറൻസ് വരും, ഒരു ഗ്രേപ്പ് ജ്യൂസ് പോലെ തോന്നും. ഇതാണ് നമ്മുടെ പിങ്ക് ലൈം. അപ്പോൾ ഈ ഒരു ഡ്രിങ്കും ഉണ്ടാക്കി നോക്കുക. ഇത് ആരോഗ്യത്തിന് വളരെ വളരെ നല്ലതാണ്. നമ്മൾ പുറത്ത് വേറെ ഒരു ആർട്ടിഫിഷ്യൽ കാര്യമില്ലല്ലോ. അപ്പോൾ നോമ്പ് തുറ സമയത്ത് ആദ്യം കഴിക്കുന്ന ലഘുപാനീയങ്ങളുടെ കൂട്ടത്തിൽ ഈ ഒരു പിങ്ക് ലൈമും നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ ചൂട് കാലമായതുകൊണ്ട് പകൽ സമയങ്ങളിൽ നോമ്പില്ലാത്ത ആൾക്കാർക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയൊരു കാര്യമാണ്. അങ്ങനെ നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 3 സമ്മർ ഡ്രിങ്ക് റെഡിയായി കഴിഞ്ഞു. ഇത് നമ്മുടെ നോമ്പ് തുറയ്ക്കും പറ്റിയതാണ്. നമ്മുടെ ആദ്യം കഴിക്കുന്ന നോമ്പ് തുറക്കുന്ന സമയത്തുള്ള ലഘുപാനീയങ്ങളുടെ കൂട്ടത്തിലും ഇത് ഉൾപ്പെടുത്താം. എല്ലാം തന്നെ വളരെ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. ഫ്രൂട്ട്സ് ആണെങ്കിലും ഫ്രൂട്ടിൻ്റെ ജ്യൂസുകളാണെങ്കിലും വെജിറ്റബിൾസിൻ്റെ കാറ്റഗറിയിൽ നമ്മൾ പച്ചമാങ്ങ ഫ്രൂട്ടാണ് എങ്കിലും പച്ചമാങ്ങയും വെള്ളരിക്കയും അങ്ങനത്തെ കാര്യങ്ങൾ, പുതിന ലീവ്സും ഒരു എക്സലൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. വയറൊക്കെ നല്ല കൂളിംഗ് ആയിരിക്കും, കുടിക്കാൻ നല്ല സ്വാദാണ്, നിങ്ങളുടെ ആരോഗ്യത്തിനും ഏറ്റവും നല്ലതായിരിക്കും. തേനാണ് ചേർത്തിരിക്കുന്നത്, നമ്മൾ ഷുഗറൊന്നും ഉപയോഗിച്ചിട്ടില്ല, ഷുഗർ സിറപ്പൊന്നും. പിന്നെ അത് തേൻ കുറച്ച് ക്വാണ്ടിറ്റി കുറയ്ക്കണമെങ്കിൽ കുറച്ചുള്ളൂ. ഈ ഫ്രൂട്ടിനൊക്കെ മധുരമുള്ള കാര്യങ്ങളാണ്, അതനുസരിച്ചിട്ട് മാറ്റങ്ങൾ കൊണ്ടുവരാം.
അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ പൈനാപ്പിൾ ബ്ലോസം, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് സ്വീറ്റ് ആൻഡ് സാർ, കുക്കുംബർ ആൻഡ് റോ മാംഗോ പഞ്ച്, അത് കഴിഞ്ഞിട്ട് നമ്മുടെ പിങ്ക് ലൈം, എല്ലാം ഗംഭീരമാണ്. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച വിഭവങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം.